പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ നടി രഞ്ജിതയുടെ ജീവിതത്തെക്കുറിച്ച് മുമ്പും പല കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. നിത്യാനന്ദ സ്വാമിയുടെ ഭക്തയായിരുന്ന നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നതു മുതലാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റാണിയെ പോലെയാണ് രഞ്ജിത വാഴുന്നത്. അഭിനേത്രിയായി സിനിമയിൽ തിളങ്ങി നിന്ന കാലത്താണ് നടി ആത്മീയതയിലേക്ക് പോകുന്നത്. രഞ്ജിതയ്ക്കൊപ്പം സഹോദരിമാരും ഈ ആശ്രമത്തിലേക്ക് എത്തി. മക്കളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി നടിയുടെ പിതാവ് കഠിനമായി ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ തമിഴിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രഞ്ജിതയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. 90കളിൽ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു നടി രഞ്ജിത. ആന്ധ്രാപ്രദേശിൽ ജനിച്ച രഞ്ജിതയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. സിനിമയോട് വലിയ താല്പര്യമുള്ളതിനാൽ ജോലി ഉപേക്ഷിച്ച് ചെന്നൈയിൽ വന്ന അദ്ദേഹം അവസരത്തിന് ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നു. ഇതോടെയാണ് തന്റെ 3 പെൺമക്കളിൽ ഒരാളെ അഭിനേത്രിയാക്കാൻ തീരുമാനിക്കുന്നത്. മൂത്ത മകൾ നിർമ്മലയ്ക്കും ഇളയ മകൾ ജ്യോതിക്കും അഭിനയത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മകളായ രഞ്ജിതയ്ക്ക് അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പിതാവാണ് മകളെ ഒരു അഭിനേത്രിയാക്കാൻ ആദ്യം തന്നെ ശ്രമിക്കുന്നത്. ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം രഞ്ജിതയുടെ പിതാവ് ഭാരതി രാജയുടെ അടുത്തെത്തി തന്റെ മകളെ അഭിനേത്രിയാക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ നാടോടി തെൻട്രൽ എന്ന ചിത്രത്തിൽ രഞ്ജിത അഭിനയിക്കുകയും ഈ സിനിമയിലൂടെ നടി പ്രശസ്തിയിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ നിന്നിങ്ങോട്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലുമായി സൂപ്പർ താരങ്ങളുടെ നായികയായി തന്നെ രഞ്ജിത തിളങ്ങി. ഹിറ്റായ നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിച്ചു. ഇതിനിടെ ആർമി മേജറായ രാകേഷ് മേനോനെ വിവാഹം കഴിച്ചു കുടുംബിനിയായി. എന്നാൽ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഇരുവരും അഭിപ്രായ വ്യത്യാസത്തിലാവുകയും വേർപിരിയുകയും ചെയ്തു. ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷം രഞ്ജിത മിനിസ്ക്രീനിൽ ഏതാനും സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് ആത്മീയതയിലേക്ക് തിരിയുന്നതും നിത്യാനന്ദയുമായി പരിചയത്തിലാകുന്നതും. നിത്യാനന്ദയ്ക്കൊപ്പം വർഷങ്ങളോളം ആത്മീയ യാത്ര ചെയ്ത നടി സിനിമ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗോസിപ്പുകളിൽ ഒന്നും കുടുങ്ങാത്ത രഞ്ജിത നിത്യാനന്ദയുടെ പേരിൽ വിമർശിക്കപ്പെട്ടു. രഞ്ജിത വരുന്നത് വരെ നിത്യാനന്ദയുടെ ആശ്രമത്തിലെ മുഖ്യ ശിഷ്യയായിരുന്ന സ്ത്രീയെ ആട്ടി ഓടിക്കുകയും ആ സ്ഥാനത്തേക്ക് രഞ്ജിത എത്തുകയും ചെയ്തു. ഈ ദേഷ്യത്തിലാണ് രഞ്ജിതയും നിത്യാനന്ദയും ഒരുമിച്ചുള്ള കിടപ്പുമുറി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് വലിയ വിവാദമായി. രഞ്ജിത മാത്രമല്ല, അവർക്ക് പിന്നാലെ സഹോദരിമാരായ നിർമ്മലയും ജ്യോതിയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ എത്തുകയും ഭക്തകളായി മാറുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മക്കളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് രഞ്ജിതയുടെ പിതാവ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. മകളായ നിർമ്മലയും രഞ്ജിതയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ നിന്ന് വരാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഇളയ മകൾ ജ്യോതി അച്ഛനൊപ്പം പോവുകയും ചെയ്തു. ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിലെ പ്രധാനമന്ത്രിയാണ് രഞ്ജിത. കൈലാസയുടെ എല്ലാ നിയന്ത്രണങ്ങളും രഞ്ജിതയുടെ കൈകളിലാണെന്നും അദ്ദേഹത്തിന്റെ എല്ലാമായി അവർ അവിടെ വാഴുകയാണെന്നുമാണ് മാധ്യമപ്രവർത്തകനായ തമിഴ പാണ്ഡ്യൻ ഒരു വീഡിയോയിലൂടെ പറയുന്നത്.